മോളീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കപ്ലങ്ങ, ഓമയ്ക്ക എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന പപ്പായ വളരെ പോഷക സമൃദ്ധമാണ്. പഴമായിട്ടും പച്ചയായിട്ടും ഒക്കെ നാം ധാരാളം ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ പപ്പായ. രോഗപ്രതിരോധ ശേഷി കൂടുന്നതിനും മറ്റും നാം പപ്പായയെ ആശ്രയിക്കാറുണ്ട്. പപ്പായ തോരൻ വെച്ച് ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മൾ അതിലേക്കായിട്ട് ആദ്യമേ തന്നെ നല്ലൊരു പച്ച പപ്പായയാണ് പറിച്ചെടുക്കേണ്ടത്. പപ്പായ പറിച്ചെടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുൻവശങ്ങൾ ചെത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് നല്ലതുപോലെ പാലുണ്ടായിരിക്കും. പാല് ഭയങ്കര ഹാർഡായിട്ടുള്ള സാധനമാണ്. അത് ജലത്ത് തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കൊള്ളാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് പാല് കളയുന്നതിലേക്കായിട്ട് ഈ പപ്പായയുടെ പുറം ഭാഗം ഇങ്ങനെ കത്തിക്കൊണ്ട് വരഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഈ പാല് മുഴുവൻ പുറത്തേക്ക് വരും. എന്നിട്ട് നമുക്ക് അങ്ങനെ അതിൻ്റെ പാല് കളയാൻ പറ്റും. പാല് മുഴുവൻ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത് പൈപ്പിന് ചുവട്ടിലോ അല്ലെങ്കിൽ അപ്പോൾ വെള്ളത്തിലോ ഇട്ടിട്ട് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ തോലിൻ്റെ മുകളിലുള്ള ഈ പാല് മുഴുവൻ പോയി കിട്ടും. അങ്ങനെ കളഞ്ഞിട്ടില്ലെങ്കിൽ ഈ പാലിൻ്റെ ചുവ ഭയങ്കരമായിട്ടുണ്ടാവും. അതിനുശേഷം ഇതിൻ്റെ തോല് വളരെ വൃത്തിയായിട്ട്, തോലിൻ്റെ അംശം ഒട്ടും ഇരിക്കരുത്. തോലിൻ്റെ അംശം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കറിയിൽ കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ തോല് നന്നായിട്ട് ഇങ്ങനെ കളഞ്ഞെടുക്കണം. തോല് കളഞ്ഞു കഴിയുമ്പോൾ അത് നന്നായിട്ട് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കാം, അല്ലെങ്കിൽ 4 കഷ്ണങ്ങളാക്കാം, അല്ലെങ്കിൽ 2 ആക്കാം. അതിൻ്റെ ഉള്ളിൽ കുരു ഉണ്ടാവുക സ്വാഭാവികമാണ്. ആ കുരു നമ്മൾ പതുക്കെ ചിരണ്ടിയെടുത്ത് കളയണം. കുരുവും കറിയിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മുടെ കറിയുടെ ടേസ്റ്റ് മുഴുവൻ പോകും. അതുകൊണ്ട് ഒരു കുരു പോലും ഇല്ലാതെ എടുത്ത് വൃത്തിയാക്കണം. പിന്നെ ഒന്നുകൂടി കഴുകുന്നത് നല്ലതാണ്. അതിൻ്റെ പാലിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ കളയണം. പിന്നീട് നമ്മളിത് ഗ്രേറ്റ് ചെയ്തിട്ടാണ് തോരൻ ഉണ്ടാക്കുന്നത്. അതിന് നമ്മുടെ ഗ്രേറ്റർ എടുത്തിട്ട് അതിൻ്റെ വലിയ ഹോളുള്ള ഭാഗത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ പതുക്കെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കണം. ഗ്രേറ്റ് ചെയ്താൽ മാത്രമേ അതിനെ നല്ല ടേസ്റ്റിലായിട്ട് എടുക്കാൻ പറ്റും. നമുക്ക് കത്തി വെച്ച് അരിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ചെറുതായിട്ട് അരിയാൻ കഴിയില്ല. അതുകൊണ്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഈ കാണുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ പപ്പായ ഗ്രേറ്റ് ചെയ്താണ് ഈ ഇരിക്കുന്നത്. അതിലേക്ക് ചേർക്കാനായി അല്പം സവാള ചെറുതായി അരിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. കൂടാതെ അതിലേക്ക് ചെറിയുള്ളി വേണം, പച്ചമുളക് വേണം, കൂടാതെ കറിവേപ്പിലയും ആവശ്യത്തിന് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ള കടുകാണ് ഈ വെച്ചിരിക്കുന്നത്. കൂടാതെ മഞ്ഞൾപ്പൊടി വേണം, ആവശ്യത്തിന് ചേർക്കാൻ ഉപ്പ് വേണം, ഇതിലേക്ക് ചേർക്കാൻ അല്പം വെള്ളം വേണം, പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങ ചിരണ്ടിയതാണ്, പിന്നെ വെളിച്ചെണ്ണയും വേണം. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അതിന് നമ്മൾക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി തേങ്ങയും കൂടെ ചേർത്ത് ഒന്ന് ചതച്ച് എടുക്കണം. അപ്പോൾ ഇത് ചതച്ചെടുത്തതാണ് ഈ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഗ്യാസിലേക്കൊരു തവ എടുത്ത് വയ്ക്കാം. അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അല്പം വെളിച്ചെണ്ണ നമ്മൾ എടുക്കുന്നുള്ളൂ. ഈ വെളിച്ചെണ്ണ ഏതാണ്ട് ചൂടായതിന് ശേഷമാണ് നമ്മളതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുത്തു. കടുക് നമ്മൾ നന്നായി പൊട്ടിക്കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യണം. കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുകയാണ്. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. സവാള ഒരുവിധം ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടൊന്ന് ചെറുതായി ഇളക്കി നോക്കാം. സവാള നന്നായി മൂപ്പാകുന്നവരെയൊന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല. അതിന് മുമ്പായി തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ വളരെ പൊടിയായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പപ്പായ ഇട്ട് കൊടുക്കാം. പപ്പായ അരിഞ്ഞു വെച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നല്ല ക്യാബേജ് അരിഞ്ഞു വെച്ച പോലെ നമുക്ക് തോന്നുള്ളൂ. പപ്പായ ആണെന്ന് ആരും കണ്ടാൽ തന്നെ പറയില്ല.
പപ്പായ ഇട്ട് കൊടുത്തു. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നിറത്തിന് വേണ്ടിയാണ്. നമ്മുടെ പറമ്പിലെ വിഭവമായതുകൊണ്ട് കീടനാശിനിയുടെ അംശമൊന്നും ഇല്ല. എന്നാലും അല്പം മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നമുക്ക് നന്നായി ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കാം. അപ്പോൾ ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ചെറുതോതിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം മതി. ഇതിൽ തന്നെ ധാരാളം ജലാംശമുണ്ട്. അതുകൊണ്ട് വെള്ളം ആവശ്യമെന്ന് തോന്നിയാൽ മാത്രം ഒഴിച്ചാൽ മതി. അതിനുശേഷം നമുക്കത് അടച്ച് വേവിക്കാൻ അനുവദിക്കാം. കുറച്ച് സമയം കൊണ്ട് തന്നെ അത് വെന്ത് കിട്ടും. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എത്രത്തോളം ആയിട്ടുണ്ടെന്ന്. നമുക്കിതൊന്ന് നന്നായി ഇളക്കി നോക്കാം എത്രത്തോളം പാകമായി എന്നുള്ളത്. നമ്മുടെ പപ്പായ ഏതാണ്ട് വെന്ത് വരുന്നുണ്ട്. പകുതി വേവോളം കഴിഞ്ഞിട്ടുണ്ട്. നന്നായി ഇളകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ തേങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെ ഒതുക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് ഇളക്കി നോക്കാം. ഇളക്കിയതിന് ശേഷം നമുക്കത് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മളതൊന്നും കൂടി എടുത്ത് തുറന്ന് നോക്കുകയാണ്. നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. നമ്മുടെ പപ്പായ തോരൻ എത്രയായി എന്നൊന്ന് നമുക്കൊന്ന് നോക്കാം. നന്നായി ഇളകണം. തേങ്ങയൊക്കെ ഇതിൽ നന്നായി എല്ലാ ഭാഗത്തും എത്തണം. അതിനുവേണ്ടി നന്നായി തന്നെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഒരുവിധം ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഈ പപ്പായ തോരൻ ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ നിങ്ങൾ കാണണം. നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും സ്നേഹിതർക്കും വേണ്ടി ഇത് ഷെയർ ചെയ്യുകയും ചെയ്യണം. നമ്മുടെ പപ്പായ തോരൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ജലാംശമൊക്കെ വറ്റിയെടുത്തിട്ടുണ്ട്. അപ്പം നല്ല പപ്പായ തോരനാണ്. നല്ല പോഷകാഹാരം കൂടിയാണ് ഈ പപ്പായ. കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരേപോലെ കൊടുക്കാനും ഏറ്റവും പ്രയോജനകരമായ ഒന്നാണ് ഈ പപ്പായ തോരൻ. അപ്പം നിങ്ങളത് ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.